പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അലീനയുടെ മുന്നിൽ ഒരു പൂച്ചക്കുട്ടിയെ പോലെ എല്ലാം അനുസരിച്ചിരിക്കുന്ന രോഹിത്തിനെ കാണുമ്പം ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കൃഷ്ണമോൾക്ക്. അതുകൊണ്ട് തന്നെ ഓടി സന്തോഷിച്ച് താഴോട്ട് ഇറങ്ങി വരുമ്പം എങ്ങനെയുണ്ട് രോഹിയേട്ടനെ എന്ന് ചോദിക്കുക ബബിത. അന്നേരം കംപ്ലീറ്റ് സറണ്ടർ. അലീന ചേച്ചിയുടെ മുമ്പിൽ ഒരു പൂച്ചക്കുട്ടിയെ പോലെ അനുസരിച്ച് ഇരുന്ന് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ സംസാരിക്കുന്നുണ്ട് ബബിതയോട് കൃഷ്ണമോൾ. അത് കഴിഞ്ഞ് അലീന ഇറങ്ങി വന്നു കഴിയുമ്പം ഭയങ്കര സന്തോഷമാണ് കൃഷ്ണമോൾക്ക്. ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കവിളിലൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അവരാരും പ്രതീക്ഷിച്ചതല്ല രോഹിത്തിൽ ഇപ്പോൾ ഉണ്ടായേക്കുന്ന ഈ മാറ്റം. പിന്നെ മനു വീട്ടിലോട്ട് വരുവാണ്. മനു ഇതുവരെ രോഹിത്തിനെ കണ്ടിട്ടില്ല കേട്ടോ. അവൻ അന്നേരം ഇത്തിരി അഗ്രസീവ് ആയതുകൊണ്ട് പിന്നീട് ഞാൻ വന്ന് അവനെ കണ്ടോളാം എന്ന് പറഞ്ഞ് പോയതായിരുന്നല്ലോ മനു. അതുകൊണ്ട് തന്നെ മനു വീട്ടിലോട്ട് വരുന്നു. അന്നേരം അലീനയോട് സംസാരിക്കുന്നുണ്ട്. അതോ നമ്മുടെ രോഹിത്ത് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു തുടങ്ങി. അവൻ്റെ ആ ദേഷ്യവും എല്ലാവരോടുമുള്ള വെറുപ്പും ജീവിതം തന്നെ വേണ്ട എന്നുള്ള ആ രീതിയൊക്കെ ഒന്ന് മാറി ഒന്ന് സെറ്റായി വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അലീന മനുവിനോട് സംസാരിക്കുന്നു. അന്നേരം ഇതിനെല്ലാം പിന്നിൽ മേഡമാണ് എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട്, എനിക്ക് മേഡം ഒന്നും ആവണ്ട, ഒരു അനാഥ, അതങ്ങനെ തന്നെ ഇരുന്നാൽ മതി എന്ന് പറയുമ്പം മനു പറയുന്നുണ്ട്, അനാഥ എന്ന് പറഞ്ഞാൽ നാഥനില്ലാത്തവരല്ലേ, അങ്ങനെയല്ലോ ഇവിടെ നിനക്ക് നാഥനുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ഇതിനിടയ്ക്ക് അലീന വൈജയന്തിയുടെ റൂമിലേക്ക് ചെല്ലുന്നത് കാണിക്കുന്നുണ്ട്. വൈജയന്തിക്ക് മാത്രം യാതൊരു മാറ്റമില്ല. ആദ്യം എങ്ങനെ നിന്നോ അതേപോലെ തന്നെ അലീനെ കാണുമ്പം കാൽവിരൽ തൊട്ട് തല വരെ അവർക്ക് ചൊറിഞ്ഞു കയറും. ആ ഒരു അവസ്ഥയിൽ തന്നെ നിലനിൽക്കുന്നു. പിന്നെ മനു പോയി രോഹിത്തിനെ കാണുന്നുണ്ട്. എന്നിട്ട് അവനോട് കുറച്ച് നേരം സംസാരിക്കുന്നു. അന്നേരം പറയുന്നുണ്ട്, നീ ഇവിടെ ഈ വീട്ടിൽ നിൻ്റെ ബെഡ്റൂമിൽ ഇരിക്കുന്നു. ഹരി ഇപ്പോഴും ജയിലിൽ തന്നെയാണ്. അതിന് കാരണം അവന് അലീനെ പോലെ ആത്മത്യാഗം ചെയ്യാൻ കഴിയുന്ന ഒരു പെങ്ങളില്ലാതെ പോയതുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, നീ നിൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് നല്ലൊരു ജീവിതം നയിക്കുമ്പം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നിൻ്റെ അച്ഛനോ അമ്മയോ നിൻ്റെ സഹോദരിമാരോ ആയിരിക്കുകയല്ല, അലീനെ ആയിരിക്കും എന്നുള്ള രീതിയിൽ മനു പറയുന്നു. ഇതെല്ലാം അവന് പുതിയ തിരിച്ചറിവുകളാണ്. ഇത്രയും നാളും അമ്മ പറഞ്ഞ ആ കുശുമ്പും കുന്നായ്മയും മാത്രമല്ലേ അവനിലേക്ക് എത്തിയിരുന്നുള്ളൂ. കുറേ നല്ല കാര്യങ്ങൾ കൂടി എത്തുന്നു. ഏതായാലും ഇതിനെല്ലാം ശേഷം മനു ഒരു തീരുമാനം എടുക്കുകയാണ്, ബബിതയെ കോളേജിലേക്ക് തിരിച്ചെത്തിക്കാൻ. അവളുടെ ജീവിതം തകർന്നു പോകരുത്, അവൾക്കും മുന്നോട്ട് പഠിക്കാൻ സാധിക്കണമെന്ന് അലീന പറയുന്നു. അതുകൊണ്ട് അലീനയും കൂടെ പോകുന്നുണ്ട് അവൾക്കൊരു ധൈര്യത്തിന് വേണ്ടി. കോളേജിലെത്തി കഴിയുമ്പം അവരെ കളിയാക്കാനും ആൾക്കാരുണ്ട്. അവരുടെ മുമ്പിൽ തല കുനിച്ച് മിണ്ടാതെ പോകുന്ന ബബിതയെ കൈപിടിച്ച് തിരിച്ചു വന്ന് അവനോട് നല്ല രീതിയിൽ മറുപടി പറയുന്ന അലീനയെ കാണിക്കുന്നുണ്ട്. ഏതായാലും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ബബിതയോട് ഈ രീതിയിൽ ആരെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എങ്ങനെയാണ് മറുപടി പറയേണ്ടതെന്നും തലയുയർത്തിപ്പിടിച്ച് നിൽക്കേണ്ടത് എന്നും ബബിതയും മനസ്സിലാക്കുന്നു. ഏതായാലും ഇനി അങ്ങോട്ട് വരുന്ന കുറേ നല്ല പോസിറ്റീവായുള്ള എപ്പിസോഡുകളാണ്. നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കാം.